സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. നിലവിൽ 9 ജില്ലകളിൽ റെഡ് അലർട്ടാണ്, 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. അതായത് അതിശക്തമായ മഴയുടെ സാധ്യതകൾ തന്നെയാണ് ഈ നിമിഷവും കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. മഴയിലും പേമാരിയിലും വിവിധ ജില്ലകളിലായി ഒരു കുട്ടിയടക്കം 7 പേർ മരണപ്പെട്ടു. നാളെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വിവരങ്ങളുമായി നൗഫൽ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. നൗഫൽ, സംസ്ഥാനത്ത് അതിശക്തമായ മഴ പലയിടങ്ങളിലും ഇപ്പോഴും പെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും വിവിധ ജില്ലകളിലുണ്ട്. 9 ജില്ലകളിൽ റെഡ് അലർട്ട്, 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇന്ന് മഴയുടെ ശക്തി ഇപ്പോഴും അതേ രീതിയിൽ തന്നെ നിൽക്കുകയാണോ? ഒപ്പം നാളെ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ എന്താണ്? മനു, സംസ്ഥാനത്ത് നിലവിൽ ഇന്ന് ഉള്ളത് 9 ജില്ലകളിൽ പറയുന്ന റെഡ് അലർട്ടും ബാക്കിയുള്ള 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ നാളെ ഈ അലർട്ടിന് നാളെ സംസ്ഥാനത്ത് ഇതുപോലെ 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 2 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. നാളെ ഇന്ന് ഈ അലർട്ടുകളിൽ വ്യത്യാസം വരുന്നുണ്ട് എങ്കിലും സംസ്ഥാനത്ത് നാളെയും ഇതേ അതിശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. ഇന്ന് രാവിലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞതനുസരിച്ച് നാളെ രാവിലെ വരെ ഇതേ സ്ഥിതി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. എങ്കിലും നാളെ 12 ജില്ലകളിലേക്ക് ഓറഞ്ച് അലർട്ടും 2 ജില്ലകളിൽ, അതായത് തിരുവനന്തപുരത്തും കൊല്ലത്തും യെല്ലോ അലർട്ടാണ് നിലനിൽക്കുന്നത്. ഇതിൽ തന്നെയും തിരുവനന്തപുരത്ത് നമുക്കറിയാവുന്നതുപോലെ മുതലപ്പുഴയിൽ മത്സ്യബന്ധനത്തിനായിട്ട് പോയ 2 പേരെ കാണാതായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അവരെ ഇതുവരെയും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കൊല്ലം ജില്ലയിൽ കിഴക്കൻ മലയോര പ്രദേശമായ കുളത്തൂപ്പുഴയിൽ ഇതുപോലെ തന്നെ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന രീതിയിൽ വെള്ളപ്പൊക്കമുണ്ടായി. ഇതുപോലെ തങ്കശ്ശേരിയിലടക്കം കടലിൽ പലരെയും കാണാതായിട്ടുണ്ട്. പത്തനംതിട്ടയിലും അതുപോലെ തന്നെ മൂഴിയാറിലും കക്കീട് പരിസരത്തുമൊക്കെ മണ്ണിടിച്ചിലിനും വ്യാപകമായ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. പത്തനംതിട്ടയിലാണ് തെക്കൻ കേരളത്തെ അപേക്ഷിച്ച്, തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും അപേക്ഷിച്ച് പത്തനംതിട്ടയിലാണ് അല്പം നാശനഷ്ടങ്ങൾ ഉണ്ടായത്. എങ്കിലും മധ്യ കേരളത്തെയും വടക്കൻ കേരളത്തിനെയും അപേക്ഷിച്ച തെക്കൻ കേരളത്തിൽ അത്ര വലിയ ഒരു പ്രത്യാഘാത മഴയുടെ ഉണ്ടായിട്ടില്ല. എങ്കിലും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നാളെ തിരുവനന്തപുരത്തും കൊല്ലത്തും യെല്ലോ അലർട്ടും അതുപോലെ പത്തനംതിട്ട ഉൾപ്പെടെ ബാക്കി 12 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മനു, ഈ മഴയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്ന ജാഗ്രതാ നടപടികൾ, മുൻകരുതൽ നടപടികൾ എന്തൊക്കെയാണ്? ഈ ക്യാമ്പുകളൊക്കെ തുറക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ നടപ്പിൽ വരുത്തിയിട്ടുണ്ടോ? രക്ഷാപ്രവർത്തനങ്ങൾ അതിൻ്റെതായ രീതിയിൽ നടക്കുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ നമ്മുടെ മുതലപ്പുഴയിലൊക്കെ വലിയ ആക്ഷേപങ്ങൾ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. തീർച്ചയായും പറഞ്ഞതുപോലെ തന്നെ മുതലപ്പുഴയിലും ഇന്ന് ഉച്ചവരെ രക്ഷാപ്രവർത്തനം, അതായത് ഇന്നലെ വൈകുന്നേരം വെള്ളം മറിഞ്ഞ് കാണാതായിട്ടും ഇന്ന് ഉച്ചവരെയും രക്ഷാപ്രവർത്തനം ആരംഭിച്ചില്ല എന്ന ഒരു ആരോപണം നിലനിന്നിരുന്നു. അതൊരു യാഥാർത്ഥ്യം കൂടി തന്നെയായിരുന്നു. മറ്റ് ജില്ലകളിലും പത്തനംതിട്ടയിൽ അടക്കം ഇതുപോലെ തന്നെ മറ്റ് പലരെയും വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നതിൽ ഒരു കാലതാമസം നേരിട്ടു. അഥവാ ഇവരെ കുട്ടവഞ്ചിയിലേക്കാണ്, ഈ ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന്, മഴവെള്ള കെട്ടുകളൊക്കെ ഉണ്ടായ സ്ഥലത്ത് നിന്ന് കുട്ടവഞ്ചിയിലേക്കാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചത്. അതിനും കാലതാമസം നേരിട്ടു എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെയും വിവിധ ജില്ലകളിലായി 1500-ലധികം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിലകൊള്ളുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വടക്കൻ കേരളത്തെ അപേക്ഷിച്ച് തെക്കൻ കേരളത്തിൽ അതിന്റെ ഒരു ദുരിതം വലിയ വ്യാപ്തിയിൽ എന്തായാലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മനു.